potential energy. Energy possessed by a body due to its position. അതിന് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുക. ഓർ ഡ്യൂ ടു ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ, അതിന് നമ്മൾ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുക. ഇപ്പോൾ രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഒരു ബോഡി ഒരു ഹൈറ്റ് എച്ചിലാണ് നിൽക്കുന്നത് എങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുക. നമ്മളൊരു സ്പ്രിങ്ങിനെ എടുക്കുന്നു, ആ സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ ദ സ്പ്രിങ് വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. ആ സ്പ്രിങ്ങിൽ നമ്മൾ കംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ഫസ്റ്റ് we will derive an expression for gravitational potential energy. You consider a body of mass m on the ground. We are lifting the body to a height h. നമ്മൾ m മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിനെ ഗ്രൗണ്ടിൽ നിന്നും h ഹൈറ്റിലേക്ക് ഉയർത്തുകയാണ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എത്ര ഫോഴ്സ് കൊടുക്കണം? ഫോഴ്സിൻ്റെ ഫോർമുല F = ma എന്നാണ്. നമ്മളൊരു ബോഡിയെ മുകളിലേക്ക് ഉയർത്തുമ്പം അവിടെയുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് mg. Then what will be the work done on the body? വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല W = Fs cos θ എന്നാണ്. എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക mg. എത്രയാണ് നമ്മൾ ബോഡിയെ എത്ര ഡിസ്റ്റൻസ് ആണ് മുകളിലേക്ക് ഉയർത്തുന്നത്? h ഡിസ്റ്റൻസ് ആണ് ഉയർത്തുന്നത്. അപ്പോൾ എസിന് പകരം h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്കാണ്, ബോഡി പോകുന്നതും മുകളിലേക്കാണ്. അപ്പോൾ എഫും എസും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് θ = 0, cos 0 = 1. അപ്പോൾ വർക്ക് ഡൺ mg × h × 1, that is equal to mgh. അപ്പോൾ ഗ്രൗണ്ടിലുള്ള ഒരു ബോഡിയെ h ഹൈറ്റ് ഉയർത്താൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ നമ്മൾ എത്ര വർക്ക് ചെയ്യണം? mgh വർക്ക് ചെയ്യണം. ദിസ് വർക്ക് ഡൺ ഈസ് stored as potential energy of the body. So you can write gravitational potential energy equals mgh. അപ്പോൾ gravitational potential energyയുടെ എക്സ്പ്രഷൻ എന്താണ്? PE = mgh. We are going to derive an expression for elastic potential energy. When you compress a spring or when you stretch a spring, the spring will be in a state of strain. ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യാനോ നമ്മൾ ആ സ്പ്രിങ്ങിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന വർക്ക് ആ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. കൺസിഡർ എ സ്പ്രിങ് ഹൂസ് വൺ എൻഡ് ഈസ് ഫിക്സഡ് and the other end is connected to a mass m. ചിത്രം നോക്കുക. ഇതാണ് സ്പ്രിങ്. ഈ സ്പ്രിങ്ങിൻ്റെ ഒരറ്റം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റേ അറ്റം ഒരു മാസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ഒന്നും ചെയ്തിട്ടില്ല. ലെറ്റ് ദ സ്പ്രിങ് ബി സ്ട്രെച്ച്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് x. ഈ ചിത്രം നോക്കുക. ഇപ്പം നമ്മൾ സ്പ്രിങ്ങിനെ എക്സ് ഡിസ്റ്റൻസ് വലിച്ചു. വി ഹാവ് സ്ട്രെച്ച്ഡ് ദ സ്പ്രിങ് ബൈ എ ഡിസ്റ്റൻസ് എക്സ്. അതിന് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് FA. സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സാണ് FA. FA എങ്ങോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്? ടുവേർഡ്സ് റൈറ്റ്. നമ്മളൊരു സ്പ്രിങ്ങിനെ വലിക്കുമ്പം ആ സ്പ്രിങ് നമ്മളെ തിരിച്ച് വലിക്കും. The spring will apply an equal force on us.
അങ്ങനെ ആ സ്പ്രിങ് നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്നാണ് പറയുക. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക FR എന്നാണ്. നമ്മൾ സ്പ്രിങ്ങിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് FAയും സ്പ്രിങ് തിരിച്ച് നമ്മളെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് FRുമാണ്. Now we are going to apply Hooke's law. Hooke's law പറയുന്നത് the restoring force is proportional to minus x. x എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സ്ട്രെച്ച്ഡ് ആണ്. നിങ്ങൾക്ക് ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഡിസ്റ്റൻസ് നമ്മളെ സ്പ്രിങ് സ്ട്രെച്ച് ആവുന്നത് റൈറ്റിലേക്കാണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ. So from Hooke's law you can write FR is equal to minus x. നമ്മൾ നേരത്തെ പറഞ്ഞു applied force is equal and opposite to restoring force. അപ്പോൾ നമുക്ക് FA is equal to minus FR എന്ന് എഴുതാം അല്ലേ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? FA is proportional to x or FA equals KX where K is called the spring constant. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് അവിടെ കൊടുത്തോ, അതിന് പറയാ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നാണ്. അപ്പം നമ്മൾ എത്ര ഫോഴ്സ് ആണ് ആ സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നത്? ദ അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽസ് K into X. Now we are going to find the work done in stretching the spring. The work done can be found by drawing the force displacement graph. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മൾ ഇക്വേഷൻ നോക്കുക. FA ഈസ് പ്രൊപ്പോർഷണൽ ടു x എന്നാണ് അല്ലേ. പ്രൊപ്പോർഷണലിറ്റി ആയതുകൊണ്ട് നമ്മളെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. FA ഈസ് പ്രൊപ്പോർഷണൽ ടു x എന്നാണ്. സോ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. കണ്ടില്ലേ, ഇങ്ങനെയാണ് വരിക. ഇനി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് വർക്ക് ഡൺ കാണുക? ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗിവ്സ് വർക്ക് ഡൺ. ഈ ഗ്രാഫിന്റെ ഏരിയ എന്താണ്? ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ട്രയാങ്കിൾ. സോ ഏരിയ ഓഫ് ദ ഗ്രാഫ് വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഹാഫ് BH. B എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ x ആണ്. H എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. ഇതാണ് ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ ഡിസ്റ്റൻസ് ആണ് വരിക. ദിസ് ഇസ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു അപ്ലൈഡ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ് വരിക. FAന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് ഇൻറ്റു KX ഇൻറ്റു എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് KX സ്ക്വയർ. സോ വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് ദ സ്പ്രിംഗ് ഈസ് ഈക്വൽ ടു ഹാഫ് KX സ്ക്വയർ. ഈ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക. സോ യു ക്യാൻ റൈറ്റ് the work done is stored as potential energy. So the potential energy of the spring equals half KX square. So elastic potential energy ന്റെ ഫോർമുല എന്താണ്? PE equals half KX square. നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ. സ്പ്രിങ്ങിന്റെ യൂണിറ്റ് K എന്ന് പറഞ്ഞാൽ എനർജി ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ എന്നാണ് വരിക. എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്ററും. അപ്പോൾ ജൂൾ മീറ്റർ റേസ് ടു -2 എന്ന് വരും. ഇതിനൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ ദ യൂണിറ്റ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് വിൽ ബി ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ്. നമുക്ക് രണ്ട് യൂണിറ്റ് എഴുതാം സ്പ്രിംഗ് കോൺസ്റ്റന്റിന്, ഐദർ ജൂൾ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ. മാസ് എനർജി ഈക്വലൻസ്. Mass can be converted into energy and vice versa. നമുക്ക് മാസിനെ എനർജി ആക്കാൻ പറ്റും, അതുപോലെ എനർജിയെ മാസും ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആദ്യമായി ഈ റിലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അക്കോർഡിംഗ് ടു ഹിം മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി അക്കോർഡിംഗ് ടു ദ റിലേഷൻ E ഈക്വൽസ് mc². E എന്ന് പറഞ്ഞാൽ എനർജി, M എന്ന് പറഞ്ഞാൽ മാസ്, C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തിലെ ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് 1 കിലോഗ്രാം മാസിനെ എനർജി ആക്കി മാറ്റി നോക്കാം. എനർജി ഈക്വലന്റ് ഓഫ് 1 കിലോഗ്രാം മാസ് E ഈക്വൽസ് mc². 1 കിലോഗ്രാം ആണ്, അപ്പം എമ്മിന്റെ വാല്യൂ 1, C ന്റെ വാല്യൂ 3 × 10⁸ the whole square. You will get 9 × 10⁻16 joules.
So 1 kilogram of mass when converted into energy is equal to 9 into 10 raised to 16 joules. ഒരു കിലോഗ്രാം മാസിനെ എനർജി ആക്കി മാറ്റിയാൽ എത്ര ജൂൾ എനർജി കിട്ടും? 9 into 10 raised to 16 joules. ഒരു AMUവിനെ എനർജി ആക്കി മാറ്റിയാലോ? AMU എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോണിന്റെ മാസാണ്. ഒരു അറ്റോമിക് മാസ് യൂണിറ്റിനെ നിങ്ങൾ കിലോഗ്രാമിലേക്ക് ആക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക 1.67 into 10 raised to minus 27 kilogram എന്നാണ്. It is the mass of a proton. So let's convert 1 AMU into energy. Equation എഴുതുക, E is equal to mc square. മാസിനെ നിങ്ങൾ AMUവിൽ നിന്ന് കിലോഗ്രാമിലേക്ക് മാറ്റുക. അപ്പോൾ ഒരു AMU എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 1.67 into 10 raised to minus 27 കിലോഗ്രാം ആണ്. Cന്റെ വാല്യൂ 3 into 10 raised to 8 the whole square. അപ്പോൾ അത്രയും ജൂൾസ് എനർജി നിങ്ങൾക്ക് കിട്ടും. ഞാൻ അതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാം ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 1/1.6 into 10 raised to minus 19 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഞാൻ ഇത്രയും ജൂൾസിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കിയാൽ 1.67 into 10 raised to minus 27 into 3 into 10 raised to 8 the whole square divided by 1.6 into 10 raised to minus 19 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഞാൻ അതിനെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ പോവാണ്. മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇലക്ട്രോൺ വോൾട്ടിനെ മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ 10 raised to minus 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. So you will get 1 AMU equals 931.5 mega electron volt or 931.5 million electron volt. So 1 AMU of mass is equivalent to 931.5 million electron volt of energy. A raindrop of radius 2 millimeter falls from a height of 500 meter above the ground. At half its original height, it attains maximum speed. Find the work done by the gravitational force during the first and second half of its journey. Raindrop travel in the distance 250 meter. First half എന്ന് പറയുമ്പോൾ 250 meter. Acceleration due to gravity in the value 9.8 meter per second square. Radius of the drop തന്നിട്ടുണ്ട് 2 millimeter. അതിനെ മീറ്റർക്ക് മാറ്റാണ്. 2 into 10 raised to minus 3 meter. ഒരു മില്ലി എന്ന് പറഞ്ഞാൽ 10 raised to minus 3 ആണ്. Density of water rho is equal to 1000 kilogram per meter cube. What is the work done by the gravitational force എന്നാണ് ചോദിച്ചത്. W is equal to mgh ആണ്. Force into distance ആണ്. Force mg ആണ്. Distance h. So work done by the gravitational force is mgh. നമുക്ക് മാസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി is equal to mass by volume എന്നുള്ള ഫോർമുലയിൽ mass is equal to density into volume. So W equals density into volume into gh. Raindrop എന്ന് പറഞ്ഞാൽ സ്ഫെരിക്കൽ ഷേപ്പ് ആണ്. ഒരു സ്ഫിയറിന്റെ വോളിയം വരിക 4/3 pi r ക്യൂബ് ആണ്. നമ്മൾ ഫൈനൽ ഫോർമുല വരിക W ഈക്വൽസ് റോ ഇൻറ്റു 4/3 pi r ക്യൂബ് ഇൻറ്റു GH എന്നാണ് വരിക. ഇതിലെല്ലാ ടേംസും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 0.082 ജൂൾ. ഫസ്റ്റ് ഹാഫിലെ പൊട്ടൻഷ്യൽ എനർജിയും സെക്കൻഡ് ഹാഫിലെ പൊട്ടൻഷ്യൽ എനർജിയും വിൽ ബി 0.082 joules. Estimate the energy released in the following reaction. Uranium 235 plus a neutron gives barium 141 plus krypton 92 plus 3 neutrons. യുറേനിയത്തിന്റെ മാസ് തന്നിട്ടുണ്ട് 235.04 AMU. Mass of barium is 140.91 AMU. Mass of krypton is 91.92 AMU. Mass of neutron is 1.008 AMU. യുറേനിയം ഒരു ന്യൂട്രോൺ ആയിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ബേരിയവും ക്രിപ്റ്റണും 3 ന്യൂട്രോൺസും എനർജിയും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിയാക്ഷനിൽ റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്.
ഈ റിയാക്ഷനിലെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? യുറേനിയവും ന്യൂട്രോണും. ഈ റിയാക്ഷനിലെ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ബേരിയവും ക്രിപ്റ്റണും 3 ന്യൂട്രോൺസും. നമ്മൾ ആദ്യം റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ മാസ് കാണാൻ പോവാണ്. ഇതാണ് റിയാക്റ്റൻസ്. ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ഈക്വൽസ് മാസ് ഓഫ് യുറേനിയം പ്ലസ് മാസ് ഓഫ് എ ന്യൂട്രോൺ. എത്ര കിട്ടുക? 236.048 AMU. ഇനി നമ്മൾ പ്രോഡക്ട്സിൻ്റെ ടോട്ടൽ മാസ് കാണാൻ പോവാണ്. ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് ഈക്വൽസ് മാസ് ഓഫ് ബേരിയം പ്ലസ് മാസ് ഓഫ് ക്രിപ്റ്റൺ പ്ലസ് മാസ് ഓഫ് 3 ന്യൂട്രോൺസ്. 3 ന്യൂട്രോൺസ് ഉണ്ട് ഇവിടെ. അപ്പം 3 ന്യൂട്രോൺസിൻ്റെ മാസ് എടുക്കണം. സോ ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് ഈക്വൽസ് 235.854 AMU. അപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഡക്ട്സിൻ്റെ മാസ് റിയാക്റ്റൻസിൻ്റെ മാസിനേക്കാൾ കുറവാണ്. അതിനെ നമ്മൾ മാസ് ഡിഫക്റ്റ് എന്നാണ് പറയുക. മാസിലുള്ള ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പം നമ്മളിപ്പോൾ കണ്ടത് പ്രോഡക്ട്സിൻ്റെ മാസ് റിയാക്റ്റൻസിൻ്റെ മാസിനേക്കാൾ കുറവാണ്. ആ കുറവുള്ള മാസിനെ നമ്മൾ മാസ് ഡിഫക്റ്റ് എന്നാണ് പറയുക. ഈ റിയാക്ഷനിലെ മാസ് ഡിഫക്റ്റ് എത്രയാണ്? മാസ് ഓഫ് ദ റിയാക്റ്റൻസ് മൈനസ് മാസ് ഓഫ് ദ പ്രോഡക്ട്സ് ഇസ് ഈക്വൽ ടു 0.194 AMU. ഒരു റിയാക്ഷനിലെ മാസ് കൺസേർവ്ഡ് ആണ്. അതായത് റിയാക്ഷന് മുൻപുള്ള മാസ് തന്നെ ആയിരിക്കണം റിയാക്ഷന് ശേഷവും. മാസ് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഫിസിക്സിലെ ലോയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു മാസിൽ ഡിഫക്റ്റ് ഉണ്ട്, മാസിൽ കുറവുണ്ട്. ഈ കുറവുള്ള മാസ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഒരു റിയാക്ഷൻ നടക്കുമ്പം മാസിലുള്ള കുറവ് എനർജി ആയിട്ട് മാറുന്നു. ദിസ് മാസ് ഡിഫക്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എനർജി. അപ്പം നമ്മൾ എത്രയാണ് മാസ് ഡിഫക്റ്റ്? 0.194 AMU. അപ്പം ഇത്രയും മാസ് എനർജി ആയിട്ട് മാറുന്നു. ഒരു AMU എന്ന് പറഞ്ഞാൽ 931.5 MeV എനർജിയാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ 0.194 AMU എന്ന് പറയുമ്പോൾ എത്ര എനർജി കിട്ടും? 0.194 into 931.5 MeV. So energy released is 180.7 MeV. A cricket ball of mass 0.3 kilogram is thrown up with a velocity 14 meter per second. Calculate the kinetic energy and potential energy at the end of 1 second. In a nuclear reaction, 5 gram of fuel is converted into energy. Find the amount of energy released. The average power of the reactor is 3000 million watt. How long does the fuel last?